അച്ഛനെ സിനിമയിൽ അഭിനയിപ്പിച്ചല്ലോ, എല്ലാവർക്കും പൈസ കൃത്യമായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞു. പൈസ മേടിച്ചോ? അച്ഛനോ? ആ ഇല്ല. അത് മേടിച്ചില്ല. അമ്മച്ചി മേടിച്ചു അഭിനയിച്ചതിന്റെ. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും വളരെ ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് വഴക്ക് പറയുക, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പ്രേംപ്രകാശ് സാറ് പറഞ്ഞു, ജോസ് പ്രകാശ് സാറിന്റെ അച്ഛനെ പറ്റിച്ച് സിനിമയ്ക്ക് പോയിട്ട് അടി കൊണ്ടിട്ട് അവിടെ നിന്നുള്ള ഓട്ടത്തിലാണ് പട്ടാളത്തിലും പിന്നെ നമ്മൾ കാണുന്ന അവസ്ഥയിൽ എന്താ പറയൂ? അവിടെ അല്ല, ഞാൻ പറയട്ടെ, വീട്ടില് വലിയ ആളൊന്നുള്ളായിരുന്നു പപ്പ. ഇവരമാരെയൊക്കെ അമ്മച്ചിയെ പേടിച്ചിട്ടാണ് വീട്ടില്. പേടിയല്ല, സത്യം. അല്ല, കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ തലവനായിട്ട് തലവിയാണ് അവിടെ. അമ്മച്ചിയാണ്. ചേച്ചിയുടെ വയസ്സൊന്നുമില്ല. ചേച്ചി ചേച്ചി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. വളരെ അതാണ് മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ. അല്ലാതെ ചേട്ടച്ചാരുടെ ഇതൊന്നുമല്ലേ, പുള്ളി സ്ഥിരം വീട്ടിലില്ലല്ലോ. ഇല്ലല്ലോ. സിനിമയും അഭിനയിക്കാൻ പോകുന്നു, അതൊക്കെ സ്വാമി സലാഡ്ജ് നടക്കുന്നു. രാജേട്ടനൊക്കെ ഞാൻ സമയത്ത് നമ്മൾ വരുന്ന പോലെ ഇപ്പൊ ഈ പറഞ്ഞു നിന്ന് ആലോചിക്കുക, വളരെ തിരക്കുണ്ട് അച്ഛനല്ലേ. നമ്മുടെ ഒരു ബാല്യത്തിൽ നമുക്ക് അച്ഛനെ മിസ് ചെയ്യാന്ന് പറയും. പല സന്ദർഭങ്ങളിലൊക്കെ ഒരു വെക്കേഷൻ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും പോവുകയോ കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. മിക്കവാറും പോകാറുണ്ട് ഇടയ്ക്ക്. ഈസ്റ്റർ സമയത്തൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകും. ചിലപ്പോ ഞങ്ങൾ ഊട്ടിയിൽ പോകും. ഊട്ടിയിൽ ചേച്ചിട്ട് സഹോദരി ഒന്ന് വീണ്ടും പറയണം. എനിക്ക് രാജന്റെ വലിയ മനസ്സ് കണ്ടുകൊണ്ട് അച്ചായൻ പറഞ്ഞു, മാർക്കോസ് ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരാളാണ്. അതുവരെ പുള്ളി സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ട് പേരെടുത്തിട്ടുള്ള അല്ലാതെ നല്ലൊരു പാട്ട് പാടിയിട്ടില്ല എന്നുള്ളത് അച്ചായനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, മാർക്കോസിന് ഒരു പാട്ട് നല്ല കൊടുക്കാൻ പറഞ്ഞു. ഇല്ലേ? അതാണ് പൊന്മേഘമോ പ്രേമ സന്ദേശ. പാടാൻ എനിക്കറിയില്ല. ആ പാട്ട് കൊടുത്ത് മാത്രമല്ല, ആദ്യമായിട്ട് നമ്മുടെ ഷിബു ചക്രവർത്തി പാട്ട് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പടത്തിൽ ഈ ഉപഹാരത്തിലാണ്. ഷിബു ചക്രവർത്തി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ്. പിന്നെ ഇനി വേറെ നോക്കണോ, അതിന്റെ കഥ എഴുതാറെന്നറിയോ? കറിയാച്ചൻ എന്ന പ്രൊഡ്യൂസറുടെ ഭാര്യയുടെ സഹോദരനാണ് ജിമ്മി, എന്റെ വൈഫിന്റെ ബ്രദർ. അപ്പൊ വീട്ടിലൊരു സിനിമയ്ക്ക് ഇനി കേൾക്കണം. അബദ്ധവശാല് ഒരു ജോസ് കുട്ടിയും ഞാനും കൂടിയിട്ട് കോട്ടയത്ത് നിന്ന് പാലായിൽ പോകുന്ന വഴിക്ക് അച്ഛൻ്റെ വീട്ടിൽ കയറി. അവിടെ മോള് പുള്ളിക്കാരത്തി പാടും നന്നായിട്ട്. അത് ഞാൻ എൻ്റെ അടുത്ത് ജോസ് കുട്ടി പറഞ്ഞിട്ട് അബദ്ധവശാലെന്ന് പറഞ്ഞു പോയി. ഹീറോയിനായിട്ടൊക്കെ ഇപ്പൊ ക്ഷാമമുള്ള സമയത്ത് അല്ലേ ചോദിച്ചിട്ടുണ്ട് എന്നോട്. സാഗ അപ്പച്ചൻ ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് അതിൽ അഭിനയിപ്പിക്കാവൂന്ന്. ഞാൻ പറഞ്ഞ ഇല്ല, താല്പര്യമില്ല.